ഹായ് ഫ്രണ്ട്സ്, ലോഗോസ് കിസ് 2018. ഇന്ന് ഞാനിവിടെ പറയുവാൻ പോകുന്നത് നിയമാവർത്തനം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളെക്കുറിച്ചാണ്. ഇതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങളും ഉത്തരവും നേരത്തെയുള്ള വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നതാണ്. ആ ഭാഗങ്ങളിലെ മറ്റ് ചില ചോദ്യങ്ങളാണ് ഇന്ന് പറയുവാൻ പോകുന്നത്. ചോദ്യം 1. നിങ്ങളുടെ ഭാരങ്ങളും നിങ്ങളുടെ ഇടയിലെ കലഹങ്ങളും എനിക്ക് തനിയെ താങ്ങാനാവുമോ? ആരോട് പറഞ്ഞു? ചോദ്യം ഇതാണ്. നിങ്ങളുടെ ഭാരങ്ങളും നിങ്ങളുടെ ഇടയിലെ കലഹങ്ങളും എനിക്ക് തനിയെ താങ്ങാനാവുമോ? ആരോട് പറഞ്ഞു? മോശ ഇസ്രായേൽ ജനത്തോടെ. ചോദ്യം 2. കർത്താവ് നമ്മെ വെറുക്കുന്നു, അതിനാലാണ് നമ്മെ അമോര്യരുടെ കൈകളിൽ ഏൽപ്പിച്ച് നശിപ്പിക്കാനായി ഈജിപ്തിൽ നിന്നും ഇറക്കിക്കൊണ്ടുവന്നത്. ആര് പറഞ്ഞതാണ് ഇത്? ചോദ്യം ഇതാണ്. കർത്താവ് നമ്മെ വെറുക്കുന്നു, അതിനാലാണ് നമ്മെ അമോര്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് നശിപ്പിക്കാനായി ഈജിപ്തിൽ നിന്നും ഇറക്കിക്കൊണ്ടുവന്നത്. ആര് പറഞ്ഞതാണ്? ഇസ്രായേൽക്കാർ കൂടാരങ്ങളിൽ ഇരുന്ന് പിറുപിറുത്തതാണ് ഇത്. ഇതിന്റെ ഉത്തരവിതാണ്. ഇസ്രായേൽക്കാർ കൂടാരങ്ങളിൽ ഇരുന്ന് പറഞ്ഞത്. ചോദ്യം 3. മോവാബ് ദേശം ആർക്ക് അവകാശമായി നൽകിയിരിക്കുന്നതാണ്? മോവാബ് ദേശം ദൈവം ആർക്ക് അവകാശമായി നൽകിയിരിക്കുന്നതാണ്? ഇതിന്റെ ഉത്തരവിതാണ്. ലോത്തിന്റെ മക്കൾക്ക്. മോവാബ് ദേശം ദൈവം ലോത്തിന്റെ മക്കൾക്ക് അവകാശമായി നൽകിയിരിക്കുന്നതാണ്. ചോദ്യം 4. ഹെഷ്ബോണിലെ രാജാവായ സീഹോൻ തന്റെ ദേശത്തിലൂടെ കടന്നു പോകുവാൻ ഇസ്രായേൽക്കാരെ അനുവദിച്ചില്ല. അത് എന്തുകൊണ്ടെന്നാണ് മോശ പറയുന്നത്? ചോദ്യം ഇതാണ്. ഹെഷ്ബോണിലെ രാജാവായ സീഹോൻ തന്റെ ദേശത്തിലൂടെ കടന്നു പോകുവാൻ ഇസ്രായേൽക്കാരെ അനുവദിച്ചില്ല. അത് എന്തുകൊണ്ട് ആണെന്നാണ് മോശ പറയുന്നത്? എൻ്റെ ഉത്തരം ഇതാണ്. സീഹോനെ ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു തരുവാൻ വേണ്ടി ദൈവം അവന്റെ ഹൃദയം കഠിനമാക്കിയതുകൊണ്ട്. എൻ്റെ ഉത്തരവിതാണ്. സീഹോനെ ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു തരുവാൻ വേണ്ടി ദൈവം അവന്റെ ഹൃദയം കഠിനമാക്കിയതുകൊണ്ടാണ് സീഹോൻ തന്റെ ദേശത്തിലൂടെ ഇസ്രായേൽക്കാർക്ക് കടന്നു പോകുവാൻ അനുവാദം കൊടുക്കാഞ്ഞത്. ചോദ്യം 5. സീഹോന്റെയും ഓഗിന്റെയും രാജ്യം ആക്രമിച്ച് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടക്കം എല്ലാവരെയും നശിപ്പിച്ചു. എന്നാൽ അവിടെ നിന്നും അവർ എടുത്തത് എന്താണ്? സീഹോന്റെയും ഓഗിന്റെയും രാജ്യം ആക്രമിച്ച് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടക്കം എല്ലാവരെയും നശിപ്പിച്ചു. എന്നാൽ അവിടെ നിന്നും ഇസ്രായേൽക്കാർ എടുത്തത് എന്താണ്? അതിൻ്റെ ഉത്തരവിതാണ്. പട്ടണത്തിലെ കന്നുകാലികളും കൊള്ളവസ്തുക്കളും. അവർ എടുത്തുകൊണ്ട് പോയത് പട്ടണത്തിലെ കന്നുകാലികളും കൊള്ളവസ്തുക്കളും. ചോദ്യം 6. അവന്റെ കട്ടിൽ ഇരുമ്പ് കൊണ്ട് ഉള്ളതായിരുന്നു. ഇന്നും അമോന്യരുടെ റബ്ബായിൽ ഉണ്ടല്ലോ. സാധാരണ അളവിൽ 9 മുഴമായിരുന്നു അതിന്റെ നീളം, വീതി 4 മുഴവും. ആരുടെ കട്ടിലിനെ പറ്റിയാണ് പറയുന്നത്? ചോദ്യം ഇതാണ്. അവന്റെ കട്ടിൽ ഇരുമ്പ് കൊണ്ട് ഉള്ളതായിരുന്നു. ഇന്നും അമോന്യരുടെ റബ്ബായിൽ ഉണ്ടല്ലോ. സാധാരണ അളവിൽ 9 മുഴമായിരുന്നു അതിന്റെ നീളം, വീതി 4 മുഴവും. ഇത് ആരുടെ കട്ടിലിനെ പറ്റിയാണ് പറയുന്നത്? അതിന്റെ ഉത്തരം ഇതാണ്. റഫായിം വംശത്തിൽ ബാഷാൻ രാജാവായ ഓഗിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഓഗിന്റെ കട്ടിലിനെ പറ്റിയാണ് ഇങ്ങനെ പറയുന്നത്. റഫായിം വംശത്തിൽ ബാഷാൻ രാജാവായ ഓഗിനെ പറ്റി. ചോദ്യം 7. പിസ്ക മലയുടെ ചരിവിന് താഴെയുള്ള ഉപ്പുകടലിന്റെ പേര്. പിസ്ക മലയുടെ ചരിവിന് താഴെയുള്ള ഉപ്പുകടലിന്റെ പേരാണ് അരാബ കടൽ. അരാബ കടലാണ് പിസ്ക മലയുടെ ചരിവിന് താഴെയുള്ള ഉപ്പുകടൽ. ചോദ്യം 8. എന്തുകൊണ്ടാണ് ജോർദാൻ അക്കരെയുള്ള ഫലഭൂയിഷ്ഠമായ സ്ഥലവും മനോഹരമായ മലമ്പ്രദേശവും ലെബനോനും പോയി കാണാൻ മോശയെ ദൈവം അനുവദിക്കാഞ്ഞത്? ചോദ്യം ഇതാണ്. എന്തുകൊണ്ടാണ് ജോർദാൻ അക്കരെയുള്ള ഫലഭൂയിഷ്ഠമായ സ്ഥലവും മനോഹരമായ മലമ്പ്രദേശവും ലെബനോനും പോയി കാണാൻ മോശയെ ദൈവം അനുവദിക്കാഞ്ഞത്? അതിൻ്റെ ഉത്തരം ഇതാണ്. ഇസ്രായേൽ ജനതയുടെ അനുസരണക്കേട് മൂലം. ഇസ്രായേൽക്കാരുടെ അനുസരണക്കേട് മൂലം ദൈവം മോശയോട് കോപിച്ചതുകൊണ്ടാണ് മോശയ്ക്ക് ഇങ്ങനെ അനുവാദം കൊടുക്കാഞ്ഞത്. അപ്പോൾ ചോദ്യം ഇതാണ്. എന്തുകൊണ്ടാണ് ജോർദാൻ അക്കരെയുള്ള ഫലഭൂയിഷ്ഠമായ സ്ഥലവും മനോഹരമായ മലമ്പ്രദേശവും ലെബനോനും കാണാൻ മോശയെ ദൈവം അനുവദിക്കാഞ്ഞത്? അതിൻ്റെ ഉത്തരവിതാണ്. ഇസ്രായേൽ ജനതയുടെ അനുസരണക്കേട് മൂലം. ചോദ്യം 9.
ഞാൻ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവീനെന്ന് മോശ ഇസ്രായേൽ ജനത്തോടെ പറഞ്ഞത് എന്തുകൊണ്ട്? ചോദ്യം ഇതാണ്: ഞാൻ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവീനെന്ന് മോശ ഇസ്രായേൽ ജനത്തോടെ പറഞ്ഞത് എന്തുകൊണ്ട്? അതിന്റെ ഉത്തരം ഇതാണ്: നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കുന്നതിനും വേണ്ടി. അപ്പോൾ ചോദ്യം ഇതാണ്: ഞാൻ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവീനെന്ന് മോശ ഇസ്രായേൽ ജനത്തോടെ പറഞ്ഞത് എന്തുകൊണ്ട്? അതിന്റെ ഉത്തരം ഇതാണ്: നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കുന്നതിനും വേണ്ടി. ചോദ്യം 10: എവിടെ വെച്ചാണ് മോശ ഇസ്രായേൽക്കാർക്ക് കൽപ്പനകൾ നൽകിയത്? എവിടെ വെച്ചാണ് മോശ ഇസ്രായേൽക്കാർക്ക് കൽപ്പനകൾ നൽകിയത്? അതിൻ്റെ ഉത്തരം ഇതാണ്: ജോർദാൻ മറുകരെ ബത്പെയോറിന് എതിരെയുള്ള താഴ്വരയിൽ വെച്ച്. ജോർദാൻ മറുകരെ ബത്പെയോറിന് എതിരെയുള്ള താഴ്വരയിൽ വെച്ച്. ചോദ്യം 11: നീ ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകുവാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ചോദ്യം ഇതാണ്: നീ ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? അതിൻ്റെ ഉത്തരം ഇതാണ്: നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. നീ ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകുവാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അപ്പോൾ അതിൻ്റെ ഉത്തരം: നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ചോദ്യം 12: നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ജനതകളെ ക്രമേണ ഉന്മൂലനം ചെയ്യും, അവരെ ഒന്നിച്ച് നശിപ്പിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ചോദ്യം ഇതാണ്: നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ജനതകളെ ക്രമേണ ഉന്മൂലനം ചെയ്യും, അവരെ ഒന്നിച്ച് നശിപ്പിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? എൻ്റെ ഉത്തരം ഇതാണ്: ഒന്നിച്ച് നശിപ്പിച്ചാൽ വന്യമൃഗങ്ങൾ പെരുകി നിങ്ങൾക്ക് ഭീഷണിയാകും എന്നതുകൊണ്ട്. ഒന്നിച്ച് നശിപ്പിച്ചാൽ വന്യമൃഗങ്ങൾ പെരുകി നിങ്ങൾക്ക് ഭീഷണിയാകും. ചോദ്യം 13: അന്യദേവന്മാരുടെ വിഗ്രഹങ്ങളിലുള്ള വെള്ളിയോ സ്വർണമോ മോഹിക്കുകയോ എടുക്കുകയോ ചെയ്യരുതെന്ന് പറയുവാൻ കാരണം? അന്യദേവന്മാരുടെ വിഗ്രഹങ്ങളിലുള്ള സ്വർണമോ വെള്ളിയോ മോഹിക്കുകയോ എടുക്കുകയോ ചെയ്യരുതെന്ന് പറയുവാൻ കാരണം? ഇതിൻ്റെ ഉത്തരം ഇതാണ്: വിഗ്രഹങ്ങളെപ്പോലെ നിങ്ങളും ശാപഗ്രസ്തരാകാതിരിപ്പാൻ. വിഗ്രഹങ്ങളെപ്പോലെ നിങ്ങളും ശാപഗ്രസ്തരാകാതിരിപ്പാൻ അന്യദേവന്മാരുടെ വിഗ്രഹങ്ങളിലുള്ള വെള്ളിയോ സ്വർണമോ മോഹിക്കുകയോ എടുക്കുകയോ ചെയ്യരുത്. ചോദ്യം 14: 40 സംവത്സരം മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനതയെ നയിച്ചത് എന്തിനെന്നാണ് മോശ പറയുന്നത്? 40 സംവത്സരം മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനതയെ നയിച്ചത് എന്തിനെന്നാണ് മോശ പറയുന്നത്? ഇതിൻ്റെ ഉത്തരം ഇതാണ്: ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കുവാനും വേണ്ടി. അപ്പോൾ ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനതയെ നയിച്ചത് എന്തിനാണെന്നാണ് മോശ പറയുന്നത്? അതിൻ്റെ ഉത്തരം ഇതാണ്: ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്തുവാനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കുവാനും വേണ്ടി. ചോദ്യം 15: മോശ എന്തിനാണ് മലമുകളിൽ കയറി തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ 40 രാവും 40 പകലും ചെലവഴിച്ചത്? ചോദ്യം ഇതാണ്: മോശ എന്തിനാണ് മലമുകളിൽ കയറി തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ 40 രാവും 40 പകലും ചെലവഴിച്ചത്? അതിൻ്റെ ഉത്തരം ഇതാണ്: ഇസ്രായേൽ ജനതയുമായി നടത്തിയ ഉടമ്പടിയുടെ കൽപ്പലകകൾ വാങ്ങാൻ. ദൈവം ഇസ്രായേൽ ജനതയുമായി നടത്തിയ ഉടമ്പടിയുടെ കൽപ്പലകകൾ വാങ്ങാനാണ് ഈ 40 രാവും 40 പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഇരുന്നത്. ചോദ്യം 16: എന്തിനാണ് മോശ ഈ ഇരുപലകകളും ഇസ്രായേൽ ജനതയുടെ മുൻപിൽ വലിച്ചെറിഞ്ഞ് അത് ഉടച്ചു കളഞ്ഞത്? എന്തിനാണ് മോശ ഈ ഇരുപലകകളും ഇസ്രായേൽ ജനതയുടെ മുൻപിൽ വെച്ച് വലിച്ചെറിഞ്ഞ് അത് ഉടച്ചു കളഞ്ഞത്? എൻ്റെ ഉത്തരം ഇതാണ്: കാളക്കുട്ടിയുടെ വിഗ്രഹം വാർത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരെ പാപം ചെയ്തു എന്ന് കണ്ടതുകൊണ്ട്. ഉത്തരം ഇതാണ്: കാളക്കുട്ടിയുടെ വിഗ്രഹം വാർത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരെ പാപം ചെയ്തു എന്ന് കണ്ടതുകൊണ്ട്. ചോദ്യം 17:
അഹ്റോനു പകരം പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ ആരെയാണ് തിരഞ്ഞെടുത്തത്? അഹ്റോനു പകരം പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ ആരെയാണ് തിരഞ്ഞെടുത്തത്? അഹ്റോൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനായ ഏലിയാസറിനെയാണ് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ അദ്ദേഹത്തിന് പകരം തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഏലിയാസർ. ചോദ്യം 18. കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം വഹിക്കാനും അവിടുത്തെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുവാനും അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കുവാനുമായി ആരുടെ ഗോത്രത്തെയാണ് ദൈവം തിരഞ്ഞെടുത്തത്? ചോദ്യം ഇതാണ്. കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം വഹിക്കാനും അവിടുത്തെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുവാനും അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കുവാനുമായി ആരുടെ ഗോത്രത്തെയാണ് ദൈവം തിരഞ്ഞെടുത്തത്? അതിൻ്റെ ഉത്തരം ഇതാണ്. ലേവിയുടെ ഗോത്രത്തെയാണ് അതിനുവേണ്ടി ദൈവം തിരഞ്ഞെടുത്തത്. ചോദ്യം 19. നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. എന്തിനെപ്പറ്റിയാണ് ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇതാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കുക എന്നത്. ഇതാണ് നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും സംസാരിക്കേണ്ട വിഷയം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക എന്നത്. ചോദ്യം 20. നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശം നിങ്ങൾ ഉപേക്ഷിച്ചു പോകുന്ന ഏത് ദേശം പോലെയല്ല എന്നാണ് പറയുന്നത്? നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശം നിങ്ങൾ ഉപേക്ഷിച്ചു പോകുന്ന ഏത് ദേശം പോലെയല്ല എന്നാണ് പറയുന്നത്? അതിൻ്റെ ഉത്തരം ഇതാണ്. ഈജിപ്ത് പോലെയല്ല എന്നാണ് മോശ പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാൻ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ്.